ലോകം വീണ്ടും ഒരു യുദ്ധ ഭീതിയിലാണ്. ഇപ്പോൾ അതിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് ഇറാനും ഇസ്രയേലുമാണ്. ഇറാന്റെ പ്രധാനപ്പെട്ട സൈനിക കേന്ദ്രങ്ങളിലെല്ലാം ഇസ്രയേൽ ബോംബ് വർഷിച്ചു എന്നാണ് പുറമേ വരുന്ന റിപ്പോർട്ടുകൾ. ഏകദേശം 200ഓളം കേന്ദ്രങ്ങൾ നശിപ്പിച്ചു എന്നാണ് പറയപ്പെടുന്നത്. ഇറാന്റെ പ്രധാനപ്പെട്ട സൈനിക മേധാവികളെയും അതുപോലെ തന്നെ ഉപദേഷ്ടാക്കളെയും എല്ലാം കൊല്ലപ്പെട്ടു എന്നും റിപ്പോർട്ടുണ്ട്. യുദ്ധത്തിന്റെ ഭീതി ഒഴിഞ്ഞ നാളുകൾ അത് ലോകത്ത് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഗവേഷണം നടത്തേണ്ടി വരും. യുദ്ധം എന്തിനാണ്, യുദ്ധം കൊണ്ടുള്ള പ്രയോജനം എന്താണ് എന്ന് ചോദിച്ചാൽ വ്യക്തമായി ഉത്തരം തരാൻ ആർക്കും ആവില്ല. ആ യുദ്ധം കൊണ്ട് ലാഭം നേടുന്നവരുമുണ്ട്. യുദ്ധത്തിൽ പൊരിയുന്നത് അത് ഏത് ഭാഗത്തു നിന്നായാലും മനുഷ്യ ജീവനുകളാണ്. അതുകൊണ്ടുണ്ടാകുന്ന സാമ്പത്തിക നഷ്ടം, സാമ്പത്തിക തകർച്ച, ഒരു യുദ്ധം മൂലമുണ്ടാകുന്ന സാമ്പത്തിക തകർച്ചയിൽ നിന്നും ആ രാഷ്ട്രത്തിന് അല്ലെങ്കിൽ യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന രാഷ്ട്രത്തിന് കരകയറണമെങ്കിൽ 10 വർഷമെങ്കിലും വേണമെന്നാണ് വിദഗ്ധർ പറയുന്നത്. ഇത് അറിയാവുന്ന കാര്യങ്ങളാണ്. എങ്കിലും യുദ്ധം ഒഴിഞ്ഞ നാളുകളില്ല ലോകത്ത് നിന്ന്. ആ യുദ്ധത്തിന് പ്രേരിപ്പിക്കുന്ന ഘടകങ്ങൾ പലതാണ്. ആ യുദ്ധം കൊണ്ട് നേട്ടം ഉണ്ടാക്കുന്നവർ ഒരുപക്ഷെ യുദ്ധത്തിൽ ഏർപ്പെട്ടവരായിരിക്കില്ല, മറ്റു ചില രാഷ്ട്രങ്ങളാണ്. അവിടെ കച്ചവട മനസ്സുള്ളവരുണ്ട്, ആയുധ കച്ചവടങ്ങൾ, അതുപോലുള്ള മറ്റു ചില വ്യാപാര സംബന്ധിയായ കാര്യങ്ങൾ ഒക്കെയാണ് ഈ യുദ്ധം കൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്ന ചില രാഷ്ട്രങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന നേട്ടങ്ങൾ. അതോടൊപ്പം തന്നെ ആ യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന രാഷ്ട്രങ്ങൾ, ആ രാഷ്ട്രങ്ങളിലെ സാമ്പത്തിക തകർച്ച, അവിടുത്തെ അതുപോലുള്ള മറ്റ് മേഖലകളിലുണ്ടാകുന്ന അസ്വസ്ഥതകൾ, അത് എല്ലാ മേഖലയും ബാധിക്കുമെന്നുള്ളതാണ്. അത് വിദ്യാഭ്യാസ മേഖലയായാലും ആരോഗ്യ മേഖലയായാലും നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റത്തിന്റെ കാര്യത്തിലായാലും എല്ലാം ഈ യുദ്ധം സ്വാധീനിക്കും. ഇതെല്ലാം അറിയാവുന്നിട്ടും വീണ്ടും യുദ്ധത്തിലേക്ക് പുറപ്പെടുന്ന ഒരു പ്രവണത ലോക രാഷ്ട്രങ്ങൾക്കുണ്ട്. ഇറാനും ഇസ്രായേലിനെ കുറിച്ച് പറയുമ്പോൾ ഇവർ എത്രയോ പതിറ്റാണ്ടുകളായി ശത്രുത വെച്ചു പുലർത്തുന്ന 2 രാഷ്ട്രങ്ങളാണ്. അതിൽ ആര് ജയിച്ചു ആര് തോറ്റോ, ആർക്കാണ് കൂടുതൽ നാശനഷ്ടം ഉണ്ടായത്, ആർക്കാണ് കുറച്ച് നാശനഷ്ടം ഉണ്ടായത് എന്നതല്ല അവിടുത്തെ വിഷയം. ആ യുദ്ധത്തിൽ എത്ര മനുഷ്യജീവൻ പൊരിഞ്ഞു എന്നുള്ളതാണ്. അവിടെ എന്തെല്ലാം സാമ്പത്തിക തകർച്ചകൾ, വികസന പ്രവർത്തനങ്ങളുടെ മുരടിപ്പുകൾ ഒക്കെ ഉണ്ടായി എന്നുള്ളതാണ്. അവിടെ വിദ്യാഭ്യാസ മേഖലയെ അത് എങ്ങനെ ബാധിച്ചു, ആരോഗ്യ മേഖലയെ എങ്ങനെ ബാധിച്ചു, ശാസ്ത്ര മേഖലയെ എങ്ങനെ ബാധിച്ചു, അതുകൊണ്ടുണ്ടാകുന്ന മാനസിക സംഘർഷങ്ങൾ ആ രാഷ്ട്രങ്ങളിൽ ഏതെല്ലാം മേഖലകളെയാണ് ബാധിച്ചിരിക്കുന്നത്. ഇതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ ഒരു യുദ്ധം കൊണ്ടുണ്ടാകുന്ന ദോഷങ്ങൾ, അത് വിജയം ആഹ്ലാദിക്കുന്നവരുമുണ്ടാവും, ആ വിജയത്തെക്കാൾ കൂടുതൽ അത് ദോഷകരമാണ്. എങ്ങനെ യുദ്ധം ഇല്ലായ്മ ചെയ്യാമെന്ന് ലോക രാഷ്ട്രങ്ങൾ തലപുകഞ്ഞ് ചിന്തിക്കാൻ തുടങ്ങിയിട്ട് എത്രയോ നാളായി. ഒരിക്കലും അങ്ങനെ ഒരു തീരുമാനത്തിൽ എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഇപ്പോൾ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധം, ആ യുദ്ധത്തിൽ എത്ര പേര് കൊല്ലപ്പെട്ടു എന്ന് വ്യക്തമായ കണക്കില്ല. എന്തുമാത്രം നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്നതിനെക്കുറിച്ചും വ്യക്തമായ കണക്കില്ല. ഇറാന് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ എത്ര പേരാണ് കൊല്ലപ്പെട്ടതെന്ന് വ്യക്തമായ കണക്കില്ല. അവരുടെ ഏതെല്ലാം സൈനിക കേന്ദ്രങ്ങളാണ് ഇല്ലാതാക്കിയത്, തകർത്തത് എന്നതിനെക്കുറിച്ച് വ്യക്തമായി കണക്കില്ല. തിരിച്ച് ഇറാൻ അങ്ങോട്ട് ഡ്രോണുകൾ അയച്ചു ആക്രമണം നടത്തിയെന്ന് പറയുന്നു. അത് ആക്രമണം നടത്തുന്നതിന് മുമ്പ് തന്നെ ഇസ്രായേലിന്റെ
ഇസ്രയേലിൽ അത് തകർത്ത് കളഞ്ഞു എന്നുള്ള റിപ്പോർട്ട് മറുവശത്ത്. യാഥാർത്ഥ്യം സത്യസന്ധമായി തിരിച്ചറിയാൻ ഇനിയും കാത്തിരിക്കണം. എന്തായാലും യുദ്ധം അത് ഒരു ദുരന്തം തന്നെയാണ്. അതുകൊണ്ടുണ്ടാകുന്ന നാശനഷ്ടങ്ങൾ, മനുഷ്യ ജീവന്റെ നഷ്ടപ്പെടൽ എല്ലാം തന്നെയും ദുഃഖകരമാണ്. അതുകൊണ്ട് യുദ്ധം എങ്ങനെയെങ്കിലും ഒഴിവാക്കുക എന്നതിനെ കുറിച്ച് ലോകരാഷ്ട്രങ്ങൾ, പ്രത്യേകിച്ചും ലോക രാഷ്ട്രങ്ങളിൽ മുന്നിൽ നിൽക്കുന്ന അമേരിക്കയും സോവിയറ്റ് റഷ്യയും പോലുള്ള രാഷ്ട്രങ്ങൾ മുൻകൈയെടുത്ത് യുദ്ധത്തിന് ഒരു അറുതി വരുത്തുന്നതിനെ കുറിച്ച് ചിന്തിക്കാനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്.